എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. 5 മണിയായപ്പോൾ ഞാനും എൻ്റെ പുത്രനും കൂടി എഴുന്നേറ്റു പഠിക്കാനിരുന്നു. ഇപ്പം ശ്രീദേവും കൂടെ ഉള്ളതുകൊണ്ടേ നമുക്ക് രാവിലെ എനിക്ക് എഴുതിക്കാനും കഥ തുറന്ന് വേവിക്കാനെങ്കിൽ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇരുട്ടിലോട്ടൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ശ്രീതു ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ പേടിയൊന്നുമില്ല, അവനും കൂടെ ഉണ്ട്. പിന്നെ വായിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇന്നലത്തെ കണവയും ഇന്നലത്തെ നെത്തോലി മീനും വറ്റിക്കാനുണ്ട്, അത് വറ്റിച്ച് വെച്ചു. പിന്നെ ഒരു രസവട ഉണ്ടാക്കി. ഇന്നലെ വട ബാലൻസ് ഇരുന്നേ. അപ്പം ഞാൻ തേങ്ങ ചക്കയ്ക്ക് തിരുവിയപ്പോഴേ ശ്രീതു ആദ്യത്തെ കാണുന്ന തേങ്ങ തിന്നും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ബീൻസിനുള്ള തോരന് അരിയനുണ്ട്. മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ചക്ക അവിയൽ വെച്ചു. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ചക്ക അവിയൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവും കേട്ടോ. അപ്പോൾ നല്ല രുചിയാണ് ആ ചക്ക അവിയൽ കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞത് ആ കുരുമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പൊടിച്ചത്. അപ്പോൾ അതിൻ്റെ ചവറെല്ലാം ഞാൻ പാറ്റിക്കളഞ്ഞിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. അത്യാവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കണേക്കാളും ഒരു ഡപ്പയിൽ നമ്മൾ കുറച്ച് പൊടിച്ച് വെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. മിക്ക കറികളിലും ഞാൻ കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്കത് കുരുമുളക് പൊടിച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പിന്നെ ഞവരയില പറിച്ചാണ് ഇന്ന് ഞാൻ വെള്ളം തിളപ്പിച്ചത്. പിന്നെ അടുക്കളയിൽ വേസ്റ്റ് വരുന്ന വെള്ളം ഞാൻ കൊണ്ടുവന്ന് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തേ. അപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ ഒരു ചെടിയും പൂവുള്ള ചെടിയല്ല, അധികവും നമ്മുടെ ഇല ചെടികളുണ്ടല്ലോ, പല സൈസ് ഇല കളറൊക്കെ ഉള്ള ഇലയുള്ളത് ഇതുപോലത്തെ ചെടികളാണ്. കുറേ അധികം ചെടികളുണ്ട്, പക്ഷെ ഒന്നും പൂക്കാറില്ല, ഇലച്ചെടിയാണ്. അപ്പോൾ ഇതാ കുഞ്ഞ് അടുക്കളയിൽ ഞാൻ വൃത്തിയാക്കിയിട്ട് നമുക്ക് കാപ്പിക്കുള്ള പിന്നെ മുട്ട ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. കാരണം ചോറിന് കറികൾ മീനൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെത്തോലിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ പാടല്ലേ. അപ്പം ഞാൻ ഇച്ചിരി മുട്ടയും കൂടെ വറുത്തെടുത്തു. പിന്നെ ഞാൻ ഒരു പൊതിച്ചോറിന്ന് ഉണ്ടാക്കിയണേ. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ എനിക്ക് നിൻ്റെ ചോറും കറികളൊക്കെ കഴിക്കാൻ തോന്നുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് ആ ചേച്ചിക്കൊരു പൊതിച്ചോറ് കെട്ടിക്കൊടുത്തു. പക്ഷേ ആ ചേച്ചി കഴിച്ചിട്ട് എന്നെ വിളിച്ചേ കരഞ്ഞു കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഫീല് ചേച്ചിക്ക് ഉണ്ടായി എന്നാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയ ദിവസം. പിന്നെ ഓറഞ്ച് തൊലി പൊടിച്ചെടുത്ത് ഞങ്ങൾ ഡപ്പയിലാക്കി വെക്കുന്നുണ്ട്. മുഖത്തൊക്കെ പുരട്ടാമല്ലോ, തേനിലൊക്കെ കുഴച്ച് നമുക്ക് പുരട്ടാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.